ഈ വിവാഹം കഴിഞ്ഞ് വളരെ വർഷങ്ങൾ കഴിഞ്ഞും സന്താന സൗഭാഗ്യം ലഭിക്കാതെ അനപത്യ ദുഃഖം അനുഭവിക്കുന്ന പല ദമ്പതിമാരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അവര് ഈ സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പല ക്ഷേത്രങ്ങളിൽ പോവും, പല പൂജകളൊക്കെ നടത്തും. പക്ഷെ ഇതെല്ലാം സംഭവിക്കുന്നത് ജാതക വിധി പ്രകാരമാണെന്നാണ് പൊതുവെ കേട്ടിട്ടുള്ളത്. അതായത് ഇങ്ങനെ 5th ഹൗസ്, അതായത് 5ാം ഭാവമാണ് ഈ സന്താനങ്ങളെ പറ്റി പറയുന്നതെന്ന് കേട്ടിട്ടുണ്ട് ഈ കാര്യം. അപ്പൊ ആ 5ാം ഭാവത്തിലുള്ള കുഴപ്പം കൊണ്ടാണല്ലോ അവർക്ക് സന്താനങ്ങൾ ഇല്ലാതിരിക്കുന്നത്. അപ്പൊ അതിനുള്ള ഒരു പരിഹാരങ്ങൾ, അതായത് അതിന് എന്താണ് യഥാർത്ഥത്തിൽ ഈ സന്താനങ്ങൾ ഇല്ലാതിരിക്കുന്ന ഈ അവസ്ഥ എന്ന് പറഞ്ഞത് വളരെയധികം ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിനുള്ളൊരു പരിഹാര മാർഗം എന്ന നിലയിൽ ജ്യോത്സ്യർക്ക് എന്താണ് നിർദ്ദേശിക്കാനുള്ളത്? ജാതക നക്ഷത്രപ്പൊരുത്തം കൊണ്ട് മാത്രം പോരാ എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. 5ാം ഭാവം കൊണ്ട് എല്ലാവരും നക്ഷത്രപ്പൊരുത്തം കൊണ്ട് മാത്രം വിവാഹം കഴിക്കുന്നവരാണ് ഇപ്പോൾ മിക്കവാറും ആൾക്കാർ കാണുന്നത്. ജ്യോത്സ്യരെടുത്ത് പോയാൽ പോലും നക്ഷത്രപ്പൊരുത്തം ഉണ്ടെങ്കിൽ ആ ജാതകം ആദ്യമേ അവർ പോയി നോക്കുമ്പോഴേ ആദ്യമേ അവർ നമ്മുടെ അടുത്ത് വന്നിട്ട് തന്നെ പറയും, തിരുമേനി ഇതിലൊരു 7 പൊരുത്തം കിട്ടുന്നുണ്ടല്ലോ, ഇതെടുക്കാമല്ലോ എന്ന് പറയും. അതുകൊണ്ട് മാത്രം കാര്യമില്ല. 5ാം ഭാവം കൊണ്ട് ചിന്തിക്കണം എന്നുള്ളത് ഇപ്പോൾ ഈ സന്താന ദുഃഖം കാണുമ്പം ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. 5ാം ഭാവത്തിൽ പാപഗ്രഹം ഉണ്ടാവുമോ? അത് രണ്ടുപേരുടെയും ജാതകം വിശകലനം ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ്. ഒരാളുടെ ശുദ്ധ ആവുകയാണെങ്കിൽ ഒരാളുടെ പാപഗ്രഹം വേണം. രണ്ടുപേരുടെ ശുദ്ധമായി കഴിഞ്ഞാലും ദോഷമില്ല. പക്ഷെ പാപയോഗ ദൃഷ്ടി, പാപത്തിന്റെ ദൃഷ്ടി ഉണ്ടെങ്കിൽ 5ാം ഭാവത്തിലേക്ക് എന്തെങ്കിലും സന്താന യോഗത്തിന് കുറച്ച് കാലതാമസം ഉണ്ടാവാം എന്നുള്ള വിഷയം പറയുന്നുണ്ട്. പക്ഷെ അതാരും നോക്കാറില്ല. ഇന്നിപ്പോൾ നക്ഷത്രപ്പൊരുത്തം കൊണ്ടും ഈ അതാണ് പറഞ്ഞ ഗ്രഹപ്പൊരുത്തം നോക്കണം. എന്നാൽ മാത്രമേ ആ ജാതകം നമ്മൾ എടുത്തുള്ളൂ. എന്നാലേ സന്താന ഭാഗ്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട വിഷയം 5ാം ഭാവം കൊണ്ട് എല്ലാവരും വൃത്തിയായിട്ട് ചിന്തിക്കണം. എന്നാൽ മാത്രമേ സന്താന യോഗം ഉണ്ടാവോ. ഇതിന് തലമുറ വേണ്ടേ? ഏത് ജനറേഷനാണല്ലോ, അതാരും നോക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നോക്കണം. അങ്ങനെ സന്താന വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടും 7ാം ഭാവത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് വേണം ഒരാൾ വിവാഹത്തിന് ഇറങ്ങാനുള്ളതും. സന്താന യോഗം ഇല്ലാത്തവർക്ക് പരിഹാരമായിട്ട് സന്താനഗോപാല യന്ത്രം ധരിക്കുക. സന്താനഗോപാലത്തിന് പ്രധാനമായിട്ട് സുകുമാരകൃതം, പലസർപ്പിസിസ് എന്ന് പറഞ്ഞ 2 നെയ്കളുണ്ട്. 2 നെയ്കൾ സന്താനഗോപാല മന്ത്രം ജപിച്ചിട്ട് 2 പേരും ഭാര്യാഭർത്താക്കന്മാർ മൃഗത്തോടുകൂടി ഇരുന്ന് സേവിക്കുകയും സന്താനഗോപാല മന്ത്രം ജപിക്കുകയും അവനവൻ തന്നെ ജപിക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ പിന്നെയുള്ള സന്താനഗോപാല ഹോമം, പായസ ഹോമമായിട്ട് പാൽപ്പായസം വെച്ച് സന്താനമൂർത്തിയായിട്ടുള്ള പിന്നെ കൃഷ്ണനെ സങ്കല്പിച്ച് പായസ ഹോമം നടത്തി കഴിഞ്ഞാൽ സന്താന ഫലം ഉണ്ടാവും. എനിക്ക് അനുഭവത്തിൽ ഞാൻ നടത്തി കൊടുത്തിട്ട് സന്താനയോഗം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആ വിഷയങ്ങളൊന്നും ചിന്തിച്ചിട്ട് ചെയ്തു കഴിഞ്ഞാലും സന്താനം ഇല്ലാത്തവർക്ക് സന്താനഗോപാല ഹോമം നടത്തി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് സന്താനഗോപാല ഹോമം നടത്തി കഴിഞ്ഞാൽ ഫലം ഉറപ്പാണ്. ആ ജാതകവും കൂടെ വിശകലനം ചെയ്യണം അതിനകത്ത്. അത് മാത്രമല്ലാതെ ഈ സന്താനഗോപാല പിന്നെ യന്ത്രവും രണ്ടുപേരും ധരിക്കുകയാണെങ്കിൽ ഫലം ഉറപ്പാണ്. അങ്ങനെയുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ എത്ര ദിവസത്തിനകം സന്താന ലബ്ധി ഉണ്ടാവും? 1 വർഷത്തിനകത്ത് നമുക്ക് അതിന്റെ ഫലം കാണാൻ പറ്റും. അങ്ങനെയാണ്. 1 വർഷത്തിനകത്ത് നമുക്ക് ആ ഫലം കാണാൻ പറ്റും. അപ്പൊ ഈ പൂജകളും ഇങ്ങനെയുള്ള ഈ നെയ്യ് ഇതെല്ലാം സേവിച്ചാല് 1 വർഷത്തിനകം ഇങ്ങനെയുള്ള ദുഃഖം അനുഭവിക്കുന്ന, അനപത്യ ദുഃഖം, സന്താന ദുഃഖം അനുഭവിക്കുന്ന ദമ്പതികൾക്ക് തീർച്ചയായും സന്താന ലബ്ധി ഉണ്ടായിരിക്കും എന്നാണ് ജ്യോത്സ്യർ പറയുന്നത്. എന്റെ അനുഭവത്തിൽ തന്നെയുണ്ട്, ചെയ്തു കൊടുത്തിട്ടുണ്ട്, അങ്ങനെ ഫലം അനുഭവിച്ചവരുണ്ട്. ജ്യോത്സ്യർ അങ്ങനെ ചെയ്തിട്ട് ധാരാളം പേർക്ക് സന്താന ലബ്ധി ഉണ്ടായിട്ടുണ്ട്. അത് ശരി. ഇപ്പൊ നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ, ഈ 5ാം ഭാവത്തില് ഈ ചീത്ത ഗ്രഹങ്ങൾ, ദോഷഗ്രഹങ്ങൾ വരുന്നത് കാരണമാണ് ഈ സന്താനം ലബ്ധിക്ക് പ്രയാസമാവുന്നതെന്ന് പറഞ്ഞു. ഈ 5ാം ഭാവത്തിൽ ചീത്ത ഗ്രഹങ്ങൾ, ദോഷഗ്രഹങ്ങൾ വരാനുള്ള കാരണം എന്താണ്? അതാ ജാതകത്തിൽ ജനിച്ച സമയത്തുണ്ടായ ഗ്രഹനിലയല്ലേ. അത് നമ്മളായിട്ട് തയ്യാറാക്കിയതോ അല്ല, ആ സമയത്ത് നമ്മൾ തയ്യാറാക്കുന്ന ഗ്രഹനിലയല്ല. 1 വർഷത്തിനകത്ത് അവര് ഈ പരിഹാരങ്ങൾ നിശ്ചയിച്ച രീതിയിൽ ചെയ്ത് ഭക്തിയോടുകൂടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈശ്വര പ്രാർത്ഥന കൊണ്ട് അവർക്ക് സന്താനം എന്നുള്ളത് ഉണ്ടാവും എന്നുള്ള കാര്യം സത്യം തന്നെ ഉറപ്പാണ്. അനുഭവത്തിലൂടെയും ഒരുപാട് പേർക്ക് ചെയ്തു കൊടുത്തുള്ള അനുഭവത്തിലൂടെയും പറയാം, എല്ലാവർക്കും അതിൻ്റെ ഒരു ഗുണം ഉണ്ടായിരുന്നുണ്ട്. ചെയ്യാന്നുള്ളവർക്കും ഈ പറയുന്ന പോലെ താല്പര്യം വേണം. പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ അനുഷ്ഠിക്കുകയും കൂടെ വേണം. അല്ലാതെ 2 കാര്യങ്ങൾ പറഞ്ഞു അത് ആർക്കോ വേണ്ടി ചെയ്തു അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുകൊണ്ട് ചെയ്തു എന്നുള്ളതുകൊണ്ട് കാര്യമില്ല. ആത്മാർത്ഥത അതിനകത്ത് വേണം. അവനവനും ഒരു സന്താനം വേണം. എനിക്ക് വേണ്ടിയാണത് പറഞ്ഞത് എന്നുള്ളത്, അല്ലെങ്കിൽ ജ്യോത്സ്യർക്ക് വേണ്ടി പറഞ്ഞു എന്നുള്ളതോ പൂജാരിക്ക് വേണ്ടി പറഞ്ഞു എന്നുള്ളതോ ആവരുത്. അവനവന് വേണ്ടിയാണത് പറഞ്ഞത് എന്നുള്ള ഒരു അർത്ഥത്തിലെടുത്ത് അങ്ങനെ തന്നെയാണ് അതിന്റെ അർത്ഥം. അത് സാധാരണ ഒരാൾ വരുന്നത് അവനവന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെ. ഞാൻ അതിനൊരു പിന്നെ ഒരു ഭാഗം മാത്രമാവുന്നു മാത്രമേ ഉള്ളൂ, നിമിത്തമാവുന്നു. ആ നിമിത്തം കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും വൃത്തിയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഫലം ഉറപ്പാണ്.
അങ്ങനെ ചെയ്തിട്ട് ജ്യോത്സ്യർ അങ്ങനെയുള്ള പരിഹാര കർമ്മങ്ങളെല്ലാം ചെയ്ത് ഈ നെയ്യെല്ലാം സേവിച്ച് അനേകം ദമ്പതിമാർക്ക്, അതായത് ഈ അനവത്യ ദുഃഖം അനുഭവിക്കുന്ന സന്താനങ്ങൾ ഇല്ലാത്ത ദമ്പതിമാർക്ക് സന്താനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് ജ്യോത്സ്യർ പറയുന്നത്. തീർച്ചയായിട്ടും ഫലം കണ്ടിട്ടുണ്ട്, യോഗം ഉണ്ടായിട്ടുണ്ട്. ഓഹോ. അപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഈ അഞ്ചാം പല ആളുകളും ഒഴിവാക്കിയിട്ടുള്ള കേസുകൾ, ഭർത്താവ് പോലും കൂടെ വരാത്ത കേസുകൾ, എല്ലായിടത്തും പോയി പരിഹാരങ്ങളൊക്കെ ചെയ്ത് സന്താനം ഉണ്ടായില്ല, സന്താനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വന്ന കേസുകൾ എല്ലാവരും കൈവിട്ട കേസ്, എല്ലാവരും കൈവിട്ടത്. ഇനി സന്താനങ്ങൾ ഇവർക്കില്ല, ഭർത്താവ് കൂടെ വരില്ല. എനിക്കുള്ള അനുഭവം പറയാം, ഭർത്താവ് കൂടെ വരില്ല. അവര് ഡിപ്രസ്ഡ് ആയി പോയി, ഇനി കുട്ടികളില്ല എന്ന് പറഞ്ഞാൽ ആകെ അമ്മയ്ക്കൊരു മോളാണ്, ആ മോക്കൊരു കുട്ടികളില്ല എന്നുള്ള ദുഃഖം കൊണ്ട് എന്റെ അടുത്ത് വന്നവരുണ്ട്. അവസാനം ഭർത്താവ് വരെ കൂടെ പോവാൻ, ജ്യോത്സ്യരുടെ അടുത്ത് പോകാൻ നാണക്കേടായി തുടങ്ങി, ഡോക്ടറെ അടുത്ത് പോകാൻ നാണക്കേടായി തുടങ്ങി. കാരണം എല്ലാ പ്രാവശ്യത്തിൽ പോകുമ്പോൾ വിഷയം ഒന്നേ ഉള്ളൂ പറയാനായിട്ട്. അങ്ങനെ എന്റെ അടുത്ത് വന്നിട്ട് അവസാനം അവർക്ക് ഇന്ന് 2 കുട്ടികളുണ്ട്. ഒന്നല്ല 2 കുട്ടികളുണ്ട്. അങ്ങനെ അനുഭവങ്ങൾ കൊണ്ട് ഒരു സന്താനത്തിന്റെ വൃത്തിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാവും. നേരത്തെ പറഞ്ഞല്ലോ, ഒരു ജാതകന്റെയോ ജാതകിയുടെയോ 5ാം ഭാവത്തില് ദോഷഗ്രഹങ്ങൾ, നീചഗ്രഹങ്ങൾ നിന്നാൽ അവർക്ക് സന്താനങ്ങൾ ഉണ്ടാവാൻ പ്രയാസമായി തീരും, അനവത്യ ദുഃഖം അനുഭവിക്കേണ്ടി വരും എന്ന് ജ്യോത്സ്യർ പറയണ്ടായി. അപ്പൊ അങ്ങനെ അവർക്ക് ആ ഒരു ദോഷം, ഒരു ദുഃഖം അനുഭവിക്കാൻ ആയിട്ടാണ് ആ നീചഗ്രഹം 5ാം ഭാവത്തിൽ നിൽക്കുന്നത്. ആ നീചഗ്രഹം 5ാം ഭാവത്തിൽ നിൽക്കാനും ഒരു കാരണം ഉണ്ടായിരിക്കുമല്ലോ. ആ കാരണം എന്താണ്? അങ്ങനെ പ്രത്യേകിച്ചൊരു കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. ജാതകം ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗ്രഹനിലയാണല്ലോ അത്. അതെ. അല്ലാതെ ഇപ്പോഴുണ്ടാക്കിയ ഒരു ഗ്രഹനിലയോ അതിനുവേണ്ടി പ്രത്യേകിച്ച് ഉണ്ടാക്കിയ ഒരു ഗ്രഹനിലയോ അങ്ങനെ പ്രത്യേകിച്ച് ഒരാളെ ഒരു നീചഗ്രഹയുടെ കൊണ്ടുവെക്കണം എന്ന് വിചാരിച്ച് ചെയ്ത ഒരു ദുഷ്പ്രവൃത്തിയോ അല്ലല്ലോ അത്. ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗ്രഹനിലയാണ്. അതിലേക്ക് സന്താന ദുഃഖം ഉണ്ടാവണം എന്നുള്ളതോ അല്ല സന്താന ഇല്ലായ്മ വേണമെന്നുള്ളതോ ആ ജാതകത്തിൽ ഉണ്ടാവാം. അതിനാണ് പറഞ്ഞ ഗ്രഹപ്പൊരുത്തം എന്നുള്ളത് നോക്കണം എന്നുള്ള പ്രധാന ചർച്ചാ വിഷയം പറഞ്ഞു. അതെ അതെ, ഇത് പ്രധാനമായിട്ട് ഈ കാര്യം ചോദിക്കാൻ ഒരു കാരണമുണ്ട്. കാരണം ഈ 5ാം ഭാവം എന്ന് പറയുന്നത് പുനർജന്മത്തെയും കുറിക്കുന്നാണ് പറയുന്നത്, പുനർജന്മത്തെ. അപ്പൊ പുനർജന്മം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള പാപപുണ്യങ്ങൾ ഈ ജന്മത്തിലും നമ്മൾ അനുഭവിക്കുന്നു. അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപത്തിന്റെ ഫലമായി കൂടെ ഈ 5ാം ഭാവത്തിൽ ഈ നീചഗ്രഹം നിൽക്കാൻ കാരണം അതെ, അങ്ങനെയാണല്ലോ. ആധികാരികമായിട്ട് ചിന്തിക്കുമ്പോൾ ആ വിഷയം കൂടെ എടുക്കേണ്ടതുണ്ട്. അതെ, പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ പുനർജന്മം എന്നൊക്കെ പറയുന്ന സമയത്ത് ഇന്നത്തെ ആധുനിക ആളുകള് അത് അംഗീകരിക്കാൻ പ്രയാസമായിത്തീരുന്നു. പ്രയാസമാണ് അല്ലേ? ആണ്, ആയിരിക്കില്ലേ? പുതിയ ജനറേഷൻ ഈ വക വിഷയങ്ങളൊക്കെ പറയുമ്പം അതിന് തുച്ഛമായിട്ടേ കാണാൻ സാധ്യതയുള്ളൂ. ഇന്ന് മുതൽ ആഗസ്റ്റ് മാസം 4-ാം തീയതി വരെ ഈ നക്ഷത്രക്കാർക്കും കൂറുകാർക്കും പൊതുവെ സമ്മിശ്രമായിട്ടുള്ള ഗുണഫലങ്ങൾ തന്നെയാണ് അനുഭവിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ പറഞ്ഞിരിക്കുന്നതായ ഈ കൂറുഫലങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നതായ ക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളൊക്കെ യഥാശക്തി നടത്തി ആ ദേവനെ ഓരോരുത്തരും പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് ഗുണഫലങ്ങൾ തന്നെയാണ് അനുഭവിക്കാനുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ വാരം പൊതുവെ എല്ലാവർക്കും ഗുണകരമായിരിക്കും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. മേടക്കൂറുകാർക്ക് പൊതുവെ ദൈവാധീനമുണ്ട്. എങ്കിലും ഈ വാരം പൊതുവെ ശ്രദ്ധിക്കേണ്ടത് എല്ലാവരുടെ ശത്രുതകൾ കുറേ കൂടുതൽ സമ്പാദിക്കുന്നൊരു വാരമാണ്. ആവശ്യമില്ലാത്ത കാര്യത്തിന് എല്ലാവരും നമ്മളോട് ശത്രുതയായിട്ട് പെരുമാറുന്നു എന്നുള്ള ഒരു തോന്നലുകൾ കുറേ കൂടുതൽ ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ അതൊക്കെ ആണെങ്കിലും ധനപരമായിട്ട് നേട്ടങ്ങൾ ഈ വാരം പൊതുവെ പ്രതീക്ഷിക്കാം. അതുപോലെ വിദേശയാത്ര പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിദേശയാത്ര പോകാനും, അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് തൊഴിൽപരമായിട്ടുള്ള ഗുണങ്ങളും ഉണ്ട്. എന്നാലും തൊഴിൽ മേഖലയിൽ പോകുന്നവർക്ക് അവിടെയും ചില ശത്രുതകൾ വരിക. വാക്കുകൾ പറഞ്ഞാൽ ചിലവർക്ക് ഇഷ്ടപ്പെടുന്നില്ല, ചിലവർക്ക് മാനസികമായിട്ട് നമ്മളോടത്ര ഒരു സുഖം തോന്നുന്നില്ല, മാനസികമായിട്ട് അകൽച്ചകൾ കുറേ കൂടുതൽ തോന്നുന്നുണ്ട് എന്നൊക്കെ നമ്മുടെ മനസ്സിന് വളരെയധികം ഫീലിംഗ് ചെയ്യുന്ന ഒരു വാരമാണിത്. അതുകൊണ്ട് ദേവീക്ഷേത്രത്തിൽ പോയി ശത്രുസംഹാര പുഷ്പാഞ്ജലി, അതുപോലെ തന്നെ നെയ്വിളക്ക് എന്നിവയൊക്കെ ചെയ്യുന്നത് ഈ വാരം പൊതുവെ ഗുണകരമായിരിക്കും. വിഷ്ണുവിൻ്റെ അമ്പലത്തിലായാലും വിഷ്ണുക്ഷേത്രത്തിൽ തുളസിമാലയും നെയ്വിളക്കും നടത്തുന്നതും പൊതുവെ ഗുണകരമാണ്. ഇടവക്കൂറുകാർക്ക് ദൈവാധീനമുണ്ട്.
ദൈവാധീനമുണ്ട്. അതുപോലെ തന്നെ കാര്യങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഏതൊരു കാര്യം വിചാരിക്കുമ്പോൾ പൊതുവെ ഈശ്വരാധീനം കൊണ്ട് കുറേ കാര്യങ്ങൾ നടന്നു കിട്ടുന്ന ഒരു വാരമാണിത്. അതേപോലെ തന്നെ 5ാം ഭാവത്തിലുള്ള കുജനും ശനിയാണ് 5ാം ഭാവത്തിൽ നിൽക്കുന്നത്. മാനസിക ടെൻഷൻ ഉണ്ടാവാം, കാര്യത്തിന് ഇറങ്ങുമ്പോൾ ടെൻഷൻസ് കുറേ കൂടുതൽ കൂടുന്ന ഒരു വാരമാണിത്. ധനപരമായിട്ടുള്ള ഉണ്ടെങ്കിലും ധനങ്ങൾ കയ്യിൽ വരുമെങ്കിലും അതേപോലെ തന്നെ ചിലവ് ആവുന്നൊരു വാരമാണിത്. അതുപോലെ തന്നെ 7 നിൽക്കുന്ന രാഹു ചില അപഖ്യാദികൾ കേൾക്കുക. ഈ വാരം പോലെ അപഖ്യാദികൾ കേൾക്കുന്നൊരു വാരമായിട്ട് കണക്കാക്കാം. തൊഴിൽ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നത് തൊഴിൽപരമായിട്ടുള്ള ചില ഗുണങ്ങളുണ്ട്, തൊഴിലിന് അഭിവൃദ്ധികളുണ്ട്. സാമ്പത്തികപരമായ നേട്ടം ഉണ്ടെങ്കിലും അത് കുറച്ച് ശ്രദ്ധിക്കണം. പണങ്ങൾ ചിലവാക്കുമ്പം ഈ വാരം പൊതുവെ ശ്രദ്ധിക്കുന്നതൊന്ന് നന്നായിരിക്കും. പണങ്ങൾ കയ്യിൽ വരാൻ കുറച്ച് കൂടുതൽ വരാൻ യോഗമുള്ളൊരു വാരമാണ്. തൊഴിൽ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് തൊഴിൽ കൊണ്ട് കുറച്ച് സാമ്പത്തിക നേട്ടമൊക്കെ ഉണ്ടാവാം. ആ നേട്ടം നമുക്ക് വേണ്ട വിധം പ്രയോഗിക്കണം. ഈ വാരം പൊതുവെ സാമ്പത്തിക നേട്ടം ഉണ്ടാവാം, അത് വേണ്ട വിധം പ്രയോഗിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഈ വാരം പൊതുവെ ശ്രീകൃഷ്ണ ഭജനം, വിഷ്ണുവിന് സഹസ്രനാമ പുഷ്പാഞ്ജലി, ത്രിമധുരം എന്നിവ നടത്തുന്നതും, അതുപോലെ 7 നിൽക്കുന്ന രാഹുവിന് സർപ്പത്തിന് ആയില്യ പൂജ, 100 പാലും അതുപോലെ തന്നെ മഞ്ഞപ്പുഷ്പം കൊണ്ട് നാഗർക്ക് ചാർത്തുകയും ഒക്കെ ചെയ്യുന്നതൊക്കെ ഈ വാരം പൊതുവെ സ്കിൻ സംബന്ധമായ അലർജികൾ ഉണ്ടാവുന്നതുകൊണ്ട് അവർക്ക് നാഗപ്രീതി കുറേ കൂടുതൽ വരുത്തേണ്ട ഒരു വാരമാണിത്. ഇടവക്കൂ മകീരത്തര, തിരുവാതിര, പുണർതത്തിൽ മുക്കാല്, മിഥുനക്കൂറുകാർക്ക് വ്യാഴം പൊതുവെ ഗുണകരമല്ല. വ്യാഴം 12ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. അതുകൊണ്ട് മിഥുനക്കൂറുകാർക്ക് ഈ വ്യാഴം പൊതുവെ ശ്രദ്ധിക്കണം. 7 ശനി കാലം, 4 നിൽക്കുന്ന ശനി കുജൻ അതത്ര ഗുണകരമല്ല. 5ാം ഭാവാധിപൻ 12ലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് മനസ്സുകൊണ്ട് നമുക്കിപ്പം നാട് വിട്ടു പോയാൽ കൊള്ളാമെന്നുള്ളൊരു അഭിപ്രായം ഈ വാരം പൊതുവെ, അതായത് വിദേശയാത്ര പോകാൻ ഉദ്ദേശിക്കുന്നവർക്കാണ് വിദേശ യാത്രകൾക്ക് ഒരു സാധ്യത. അതായത് അവർക്ക് ഈ നാട്ടിൽ നിൽക്കുന്നതല്ല നല്ലത്, അത് കുറേ കൂടുതൽ അവർക്ക് പുറത്തോട്ട് പോകണം. ഈ ഇവിടെ നമ്മുടെ നാട്ടിൽ ശരിയാവില്ല, കുറച്ച് കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോയാൽ കൊള്ളാം എന്നുള്ളൊരു അഭിപ്രായമൊക്കെ ഈ വാരം പൊതുവെ മനസ്സിൽ ചിന്തകൾ തോന്നുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വിദ്യാഭ്യാസ സംബന്ധമായിട്ട് 2 നിൽക്കുന്ന ബുധൻ പൊതുവെ ഗുണകരമായിട്ട് വരുമെങ്കിലും ഈ 4 നിൽക്കുന്ന ശനി അവർക്ക് അത്ര പഠിക്കാൻ അത്ര ഒരു തോന്നലുകൾ ഉണ്ടാക്കില്ല. അത് 4 നിൽക്കുന്ന ശനി ക്ഷീണം ഉണ്ടാക്കുക, അത് പൊതുവെ വീട്ടിൽ കയറുമ്പോൾ പഠിക്കാൻ വേണ്ടി തോന്നില്ല. പുറത്തിറങ്ങിയ കുട്ടികൾക്ക് നല്ലോണം പഠിക്കാം എന്നുള്ളൊക്കെ തോന്നലുണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ കയറി കഴിഞ്ഞാൽ അത്ര സുഖം ഉണ്ടാവില്ല. അതേപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിൽ അമ്മയായിട്ട് ചില വഴക്കുകൾ കൂടുന്നൊരു സമയമായിട്ട് കണക്കാക്കാം ഇതിനെ. അതുപോലെ തന്നെ ഭാര്യാഭർത്താക്കന്മാരാണെങ്കിലും അവർ ചില അകന്ന് താമസിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം കാണാം. അതായത് അവർ പുറത്തെവിടെയും പോവുമോ അല്ലെങ്കിൽ കുറച്ച് കാലം മാറി നിൽക്കേണ്ട ഒരു സ്ഥിതിവിശേഷമൊക്കെ ഈ വാരം പൊതുവെ പ്രതീക്ഷിക്കാവുന്നതാണ്. പുണർദന്റെ കാല്, പൂയം, ആയില്യം നക്ഷത്രം, കർക്കിടകൂറുകാർക്ക് പൊതുവെ ദൈവാധീനുണ്ട്. സാമ്പത്തികപരമായിട്ടുള്ള ചില നേട്ടങ്ങൾ ഈ വാരം പൊതുവെ പ്രതീക്ഷിക്കാവുന്നതാണ്. സഹോദരങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് വിദേശവാസ യോഗം കാണുന്നുണ്ട്. അതേപോലെ വസ്തുവാഹനാദികൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വസ്തുവാഹനങ്ങൾ വിൽക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഈ വാരം പൊതുവെ നടക്കുന്നതാണ്. വാഹനാദികൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കാണെങ്കിൽ വാഹനത്തിന് അതുകൊണ്ട് സാമ്പത്തികപരമായിട്ട്, അതായത് വാഹനം വാങ്ങിക്കാൻ വേണ്ടി മനസ്സിൽ പ്ലാൻ ചെയ്തു, സാമ്പത്തികം അങ്ങനെ കയ്യിൽ കിട്ടിയില്ലല്ലോ എന്നുള്ള മാനസികമായ ടെൻഷൻ അനുഭവിക്കുന്നവർക്ക് ഈ വാരം പൊതുവെ അത് നടന്നു കിട്ടുന്നതാണ്. അതേപോലെ തന്നെ 5ാം ഭാവാധിപതി 3 നിൽക്കുന്ന സഹോദരങ്ങളുടെ കാര്യത്തിൽ കുറേ കൂടുതൽ ശ്രദ്ധ കുറേ കൂടുതലായിട്ട് ചെലുത്തുന്നതാണ് ചിലവർക്ക് ശത്രുത കുറേ കൂടുതൽ, മറ്റുള്ളവരായിട്ട് ശത്രുത കുറേ കൂടുതലായിട്ട് സമ്പാദിക്കുന്ന ഒരു സമയമാണ്. അത് തൊഴിൽ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ വളരെ കുറേ കൂടുതൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ അഷ്ടമാധിപനായിട്ടുള്ള ശനി 3ാം ഭാവത്തിൽ നിൽക്കുന്നത് അതും അത്ര ഗുണകരമല്ല. ആരോഗ്യപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഈ വാരം പൊതുവെ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് 3ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയും ശനിയും കൂടി ആയതുകൊണ്ട് അപകടങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും വരാതെ കണ്ട് ഒന്ന് ശ്രദ്ധിക്കുന്ന സമയമാണ്. ശിവക്ഷേത്രത്തിൽ ശിവന് ഭസ്മാഭിഷേകം, കൂവളത്തിൻ്റെ മാല ചാർത്തുക, ഇതൊക്കെ ചെയ്യുന്ന കുറേ ഗുണകരമായിരിക്കും. അതിൽ വിഷ്ണു അമ്പലത്തിൽ പൊതുവെ തുളസിമാല കെട്ടി ചാർത്തുകയും അതുപോലെ തന്നെ ഒരു നെയ്വിളക്ക് നടത്തി ഒരു പ്രാർത്ഥന നടത്തി വരുന്നതും കുറേ കൂടുതൽ ഗുണകരമായിരിക്കും.
മകം പൂരം ഉത്രത്തിൽ കാല് ചിങ്ങക്കൂറ്. ചിങ്ങക്കൂറുകാർക്ക് പൊതുവെ ദൈവാധീനമുണ്ട്. സാമ്പത്തികപരമായിട്ട് ചില നേട്ടങ്ങളുണ്ട്. മനസ്സിന് കുറച്ച് സുഖങ്ങളുണ്ട്. ധനപരമായിട്ടുള്ള കുറച്ച് സുഖങ്ങളുണ്ട്. വാക്ക് സംബന്ധമായിട്ട് എല്ലാവരും കുറച്ച് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ചിലവരുടെ വാക്കുകൾ ഇഷ്ടപ്പെടില്ല എല്ലാവർക്കും. അതുപോലെ തന്നെ കുടുംബത്തിൽ ചില വാക്ക് തർക്കങ്ങൾ ഉണ്ടാവാൻ സമയമുള്ള ഒരു വാരമാണിത്. കുടുംബ സുഖം പൊതുവെ കുറവായിട്ട് കാണാം. വരുമാനം ഉണ്ടെങ്കിലും ധനപരമായിട്ടുള്ള ചിലവുകൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒരു വാരമായിട്ട് പറയേണ്ടതാണ്. ആരോഗ്യപരമായിട്ട് വലിയ പ്രശ്നങ്ങളില്ലെങ്കിലും കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. മാനസിക ടെൻഷൻ കുറേ കൂടുതലുണ്ടായതുകൊണ്ട് ശ്രദ്ധിക്കുന്നത് കുറച്ച് നല്ലതാണ്. തൊഴിലേർപ്പെട്ടിരിക്കുന്നവർക്ക് പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ്. തൊഴിൽപരമായിട്ടുള്ള തൊഴിൽ ഉന്നതി, തൊഴിൽപരമായിട്ടുള്ള ഗുണങ്ങൾ ഒക്കെ ഉണ്ടെങ്കിലും ബുധൻ നിൽക്കുന്നത് 12ാം ഭാവത്തിലാണ്. അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് അത്ര ഗുണകരമല്ല. അത് അത്ര പഠിച്ചാൽ മെമ്മറിയിൽ നിൽക്കുന്നില്ല. അത് പഠിക്കാൻ അത്ര തോന്നുന്നില്ല. അലസകൾ കുറേ കൂടുതലായിട്ട് തോന്നുക, ക്ഷീണം കുറച്ച് കൂടുതലായിട്ട് തോന്നുക, അതൊക്കെ വിദ്യാർത്ഥികൾക്ക് കുറച്ച് ശ്രദ്ധിക്കുന്നത് കുറച്ച് നന്നായിരിക്കും. രാഷ്ട്രീയ മേഖലയിലായാലും സാധാരണ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരായാലും പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു വാരമാണ്. സാമ്പത്തിക നേട്ടങ്ങൾ പൊതുവെ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി ചെയ്യുകയും ഒരു ചുവന്ന ഹാരം വാങ്ങിച്ച് നടക്കു വെക്കുകയും അതുകൊണ്ട് വെള്ളി കൊണ്ട് ഉണ്ടാക്കിയ ഒരു നാക്ക് ദേവിക്ക് സമർപ്പിക്കുന്നതൊക്കെ ഈ വാരം പൊതുവെ ഗുണകരം. നാക്ക് ദോഷം കാണുന്നുണ്ട് കുറേ കൂടുതൽ. ആർക്കും വാക്കുകൾ പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ട് ഒരു ദേവീക്ഷേത്രത്തിൽ ഒരു നാക്ക് സമർപ്പിക്കുന്നത് കുറച്ച് വളരെ ഗുണകരമായിട്ടിരിക്കും. നാലിൽ നിൽക്കുന്ന രാഹുവിനെ കൊണ്ട് സർപ്പത്തിന് എന്തെങ്കിലും തരത്തിലുള്ള നൂറും പാലും പാൽപ്പായസമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പാല് മഞ്ഞൾ അഭിഷേകമോ ഒക്കെ ഈ വാരം ചെയ്യുന്നത് പൊതുവെ ഒരു ഗുണകരമായിട്ട് തോന്നും. ഉത്രത്തിൽ മുക്കാല് അത്തം ചിത്രത്തര കന്നിക്കൂറ്. കന്നിക്കൂറുകാർക്ക് ദൈവാധീനമുണ്ട്. വിദേശയാത്ര പോകാൻ ഉദ്ദേശിക്കുന്നവർ വിദേശയാത്ര ഗുണം കാണുന്നു. ധനപരമായിട്ട് ധനങ്ങൾ എത്ര കിട്ടിയാലും മതിയാവുന്നില്ല എന്നുള്ളൊരു തോന്നലുകൾ ഈ വാരം പൊതുവെ ഉണ്ടാവാം. അത് 9ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് പല നല്ല നല്ല കാര്യങ്ങൾക്കും ചെയ്യാൻ വേണ്ടി തോന്നുക. ശുഭമായിട്ട് വസ്തുവാഹനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി തോന്നുക. ഗൃഹോപകരണങ്ങൾ വാങ്ങിക്കാനുള്ള ഒരു തയ്യാറെടുപ്പുകൾ നടത്തുക. വസ്ത്രങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഈ വാരം പൊതുവെ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു തോന്നലുകൾ ഉണ്ടാവുക. അങ്ങനെ എല്ലാം കൊണ്ടൊരു ശുഭകരമായിട്ടുള്ളൊരു വാരമായിട്ട് ഈ വാരത്തെ കണക്കാക്കാം. വസ്തുവാഹനാദികൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വസ്തുവാഹനങ്ങൾ വിൽക്കാനും, അതേപോലെ തന്നെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർ വാങ്ങിക്കാനും, അതുപോലെ തന്നെ വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന തറക്കല്ലിടാനും ഒക്കെ ഈ വാരം പൊതുവെ ഗുണകരമാണ്. എന്നാൽ ചില പേടികൾ ഈ വാരം പൊതുവെ അവർക്കുണ്ട്. വാരം കുറച്ച് പേടിയുണ്ടാവുക. 6ാം ഭാവാധിപതിയായിട്ടുള്ള നിൽക്കുന്നതായ ശനിയും ജന്മത്തിൽ നിൽക്കുന്നത് കൊണ്ട് അവനവൻ എന്നൊരു പേടി, ഇതൊക്കെ ചെയ്താൽ ശരിയാവോ നേരെയാവോ എന്നുള്ളൊരു പേടി. സാമ്പത്തികം കുറച്ച് ചിലവാക്കി കളിച്ച് കഴിഞ്ഞാൽ അതൊരു നേരെയാവോ എന്നുള്ളൊരു പേടി. അങ്ങനെയുള്ള പേടികൾ കുറേ കൂടുതൽ ഉണ്ടാവുക. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. കാര്യങ്ങളൊക്കെ സുഖമായിട്ട് ചെയ്യാനും ഒക്കെ ഒരു 9ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴനവമേ ശുഭസമയത്തെയും 9ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം അത് 7ാം ഭാവാധിപതിയും കൂടി ആയതുകൊണ്ട് ഈ വാരം പൊതുവെ വിദേശയാത്ര പോകാൻ ഉദ്ദേശിക്കുന്നവർ വിദേശക്കാർക്കൊക്കെ സാമ്പത്തികപരമായിട്ട് കൊടുത്തിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. അത് സാമ്പത്തികപരമായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സാമ്പത്തികപരമായിട്ട് കൊടുത്ത് ആ കാര്യങ്ങളൊക്കെ നേരെയാക്കാൻ പറ്റുന്നൊരു വാരമാണ്. ശിവക്ഷേത്രത്തിൽ കുറേ കൂടുതൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, കൂളത്തിൻ്റെ മാല കൊണ്ടുള്ള അർച്ചനകൾ, പിറകുവിളക്ക് എണ്ണ അങ്ങനെയൊക്കെ ചെയ്യുന്നതും, അതേപോലെ തന്നെ മുതൽ നിൽക്കുന്ന രാഹുവിന് നാഗർക്ക് നൂറും പാലും പാൽപ്പായസമോ അതുപോലെ തന്നെ മഞ്ഞ ഹാരം ചാർത്തുന്നതും ഒക്കെ നന്നായിരിക്കും. അതേപോലെ തന്നെ ബുധൻ 11ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അത് പൊതുവെ ഗുണകരമാണ്. വ്യാഴം ശുക്രനും ധനകാരകനായിട്ടുള്ള ശുക്രനും ഒക്കെ നിൽക്കുന്ന 9ാം ഭാവം. ധന കൊണ്ട് ഗുണങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ ഉള്ളൊരു സമയമാണ്. പൊതുവെ ഗുണകരമായിട്ടുള്ളൊരു വാരമാണ്. ചിത്രതര ചോതി വിശാഖത്തിൽ മുക്കാല് തുലാക്കൂറ്. ജന്മാധിപൻ പോയി അഷ്ടമത്തിൽ പോയി നിൽക്കുന്നു. അതുകൊണ്ട് ഈ വാരം അത്ര ശാരീരികമായിട്ടുള്ള സുഖങ്ങൾ അത്ര
ഉണ്ടാവുമെന്ന് പറഞ്ഞുകൂടാ. എന്നാലും ചില പ്രശംസാപത്രങ്ങൾ, പ്രശംസപരമായിട്ടുള്ള കാര്യങ്ങൾ, നല്ല വാക്കുകൾ കേൾക്കുക, അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളൊക്കെ കുറേ കൂടുതൽ ഉണ്ടാകുന്നൊരു സമയമാണ്. മനസ്സുകൊണ്ട് വിദേശത്ത് പോകണമെന്നുള്ള ആഗ്രഹം കുറേ കൂടുതലായിട്ട് തോന്നുക. അതേപോലെ തന്നെ ധനങ്ങൾ എത്ര കിട്ടിയാലും മതിയാവുന്നില്ല എന്നുള്ള തോന്നലുകൾ കുറേ കൂടുതലുണ്ടാവുക. മനസ്സിന് ടെൻഷൻ കുറച്ച് കൂടുതലുണ്ടാവുക. വ്യാഴത്തിൻ്റെ ഇഷ്ടസ്ഥിതി അല്ലാത്തത് കൊണ്ട് 6ാം ഭാവാധിപൻ പോയി അഷ്ടമത്തിൽ പോയി നിൽക്കുന്നത് കൊണ്ട് ശത്രുക്കൾ കുറേ കൂടുതലായിട്ടുണ്ട് എന്നുള്ള തോന്നലുകൾ ഉണ്ടാവുക. മനസ്സിന് എത്ര കൊണ്ട് ധനം ഉണ്ടെങ്കിലും ആ ധനം എത്രയുണ്ടെങ്കിലും മനസ്സിനൊരു സുഖം ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് അത് ശ്രദ്ധിക്കുന്ന കുറേ കൂടുതൽ നന്നായിരിക്കും. വസ്തുവാഹനാദികൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന വിൽപ്പന യോഗം കാണുന്നുണ്ട്. വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കാണെങ്കിൽ കാര്യതടസ്സങ്ങളും കാണുന്നുണ്ട്. അതേപോലെ തന്നെ 5ാം ഭാവാധിപൻ 12ൽ നിൽക്കുന്നത് കൊണ്ടും അതത്ര ഗുണകരമായിട്ടുള്ള ഒരു സമയമല്ല. 6ാം ഭാവാധിപൻ പോയി അഷ്ടമത്തിൽ പോയി നിൽക്കുന്നത് ശാരീരികമായിട്ടുള്ള ചില അസുഖങ്ങൾ വന്നുപെടാനുള്ളൊരു സമയമാണ്. ലളിത വിഷ്ണു സഹസ്രനാമ പുഷ്പാഞ്ജലി കഴിപ്പിക്കാം. അതുപോലെ തന്നെ വിഷ്ണുവിനെ തുളസിമാല ചാർത്തുക. ശ്രീകൃഷ്ണൻ അമ്പലത്തിൽ പോയി ഭഗവാന്റെ തൃക്കൈയിൽ വെച്ച വെണ്ണ നിവേദിച്ചിട്ട് കദളിപ്പഴവും വെണ്ണയും കൂടെ സേവിക്കുന്നത് ഈ വാരം പൊതുവെ ഗുണകരമാണ്. അതുപോലെ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, അതുപോലെ തന്നെ കൂളത്തിൻ്റെ മാല കൊണ്ടുള്ള അർച്ചന, അത് ഈ പറകുവിളക്ക് എണ്ണ, ശിവന് ഭസ്മാഭിഷേകം, ഇതൊക്കെ ചെയ്യുന്നത് ഈ വാരം പൊതുവെ ഗുണകരമാണ്. വിശാഖത്തിൽ കാല്, അരിഴം തൃക്കേട്ട നക്ഷത്രം, വൃശ്ചികക്കൂറ്. വൃശ്ചികക്കൂറുകാർക്ക് പൊതുവെ ദൈവാധീനമുണ്ട്. വിദേശയാത്ര പോകാൻ ഉദ്ദേശിക്കുന്നവർ വിദേശയാത്രാ യോഗം കാണുന്നുണ്ട് ഈ വാരം പൊതുവെ. ധനപരമായിട്ടുള്ള ചില നേട്ടങ്ങളുണ്ടാവുക. വിദേശയാത്ര പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് സാമ്പത്തികപരമായിട്ട് എത്ര ശ്രമിച്ചാലും നടക്കുന്നില്ല എന്ന് ഇതുവരെ തോന്നിയിരുന്നത് ഈ വാരം പൊതുവെ ഗുണകരമായിട്ട് തോന്നാം. സാമ്പത്തികം കയ്യിൽ അപ്രതീക്ഷിതമായ ചില സാമ്പത്തിക നേട്ടങ്ങൾ കുറേ കൂടുതലുണ്ടാവുക. അതേ വസ്തുവാഹനാദികൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും പൊതുവെ ഗുണകരമാണ്. 11ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി അത് വളരെ കൂടുതൽ ഗുണമാണ്. ആയം കുറേ കൂടുതൽ ഉണ്ടാവാനും അത് ഗുണവാനും. ജന്മാധിപനായിട്ടുള്ളതായ കുജൻ 11ാം ഭാവത്തിൽ നിൽക്കുന്ന ജീവിതത്തിൽ കുറേ കൂടുതൽ ഉയർച്ചകൾ കുറേ കൂടുതൽ ഉണ്ടാവേണ്ട ഒരു വാരമാണ് എന്നുള്ളതും, അതുപോലെ തന്നെ 7ൽ നിൽക്കുന്ന വ്യാഴം യാത്ര കുറേ കൂടുതലുണ്ടെങ്കിൽ 7ാം ഭാവാധിപൻ 7ൽ തന്നെ നിൽക്കുന്നത് കുടുംബപരമായിട്ടുള്ള തന്നെ ഒരു മനസുഖം കിട്ടേണ്ട ഒരു വാരമായിട്ടും ഈ വാരത്തെ പറയേണ്ടതാണ്. അതിൽ പറഞ്ഞു നിൽക്കുന്ന ശനി ഗുണകരമാണ്. എന്നാലും ശാസ്താവിന് നീരാഞ്ജനം കഴിപ്പിക്കാം. വിഷ്ണു ക്ഷേത്രത്തിൽ പോയി പിന്നെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കാം. അതേപോലെ തന്നെ ഹനുമാന് വെറ്റിലമാല, നാരങ്ങമാല ഒക്കെ ചേർത്ത് നന്നായിരിക്കും. ദേവിക്ക് അതേപോലെ തന്നെ രക്തപുഷ്പാഞ്ജലി ചെയ്യുന്നത് നന്നായിരിക്കും ഈ വാരം പൊതുവെ. അത് എല്ലാ കാര്യങ്ങൾക്കും ഒരു ശ്രേയസ്കരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ വളരെ ഒരു ഗുണകരമായിട്ടുള്ള ഒരു വാരമാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൽ കാല്, ധനക്കൂറ്. ധനക്കൂറുകാർക്ക് പൊതുവെ ദൈവാധീനക്കുറവുണ്ട്. കാര്യങ്ങൾ തടസ്സങ്ങളായിട്ട് വരിക. ധനപരമായിട്ട് ഗുണങ്ങളാണ്. വസ്തുവാഹനാദികൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്കാണെങ്കിൽ അത് തടസ്സങ്ങളായിട്ട് അനുഭവപ്പെടുക. വിദേശയാത്ര പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിദേശയാത്രകൾക്ക് തടസ്സങ്ങൾ അനുഭവപ്പെടുക. കുടുംബത്തിൽ അത്ര ഒരു സുഖമായിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്ന് പറഞ്ഞുകൂടാ. ശത്രുക്കളെ കുറേ കൂടുതൽ സമ്പാദിക്കേണ്ട ഒരു വാരമായിട്ട് കണക്കാക്കാം. ഭരണരംഗത്തിരിക്കുന്നവർക്കും രാഷ്ട്രീയ രംഗത്തിരിക്കുന്നവർക്കും തൊഴിലേർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ അത്ര സുഖകരമായിട്ട് കാര്യങ്ങളൊന്നും ഒരു തടസ്സങ്ങൾ അനുഭവപ്പെടുന്നതാണ്. സാമ്പത്തികപരമായിട്ട് നേട്ടങ്ങളുണ്ടെങ്കിലും കാര്യങ്ങൾ അത്ര നടന്നു കിട്ടാൻ വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നൊരു വാരമായിട്ട് കാണാം. 12ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നു. 6ാം ഭാവത്തിൽ ഗുരു, ശുക്രൻ, ശിഖി ഒക്കെ 6ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് മറ്റുള്ളവരുടെ ഉപദ്രവങ്ങൾ, നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് അപരാധങ്ങൾ കേൾക്കേണ്ടി വരിക, നമ്മളെ കുറേ കൂടുതൽ എല്ലാവരും പേടിപ്പിക്കുന്നതായിട്ട് ഈ വാരം പൊതുവെ പ്രതീക്ഷിക്കാം. സഹോദര സ്ഥാനാധിപത്യം വഹിച്ചിട്ട് ഒരുക്കുന്നവർക്ക് പൊതുവെ ഗുണകരമാണ്. അതേപോലെ തന്നെ വിദേശയാത്ര പോകുന്നവർക്ക് തടസ്സങ്ങളായിട്ട് കാണുന്നതാണ് ഈ വാരം പൊതുവെ. തടസ്സം വിദേശയാത്ര അത്ര സാമ്പത്തികപരമായിട്ട് അത്ര ഗുണങ്ങളുണ്ടെങ്കിലും വിസ ശരിയാവുന്നില്ല. അതുപോലെ കയറി പോകേണ്ട ഡേറ്റ് ഒന്നും കൺഫേമായി കിട്ടുന്നില്ല.
എന്നുള്ള ഒരു തോന്നലുകൾ കുറേ കൂടുതലായിട്ട് ഈ വാരം പ്രതീക്ഷിക്കാം. അതുകൊണ്ട് സാമ്പത്തികം ഉണ്ടെങ്കിലും അതൊക്കെ ഈ വാരം വെച്ച് ഇപ്പം ചെയ്യുന്ന അത്ര ശുഭകരമല്ല. അതുകൊണ്ട് വിദേശയാത്ര പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ വാരം പൊതുവെ ഇറങ്ങണ്ട എന്നാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ വാരം പൊതുവെ വിഷ്ണുപ്രീതിയാണ് കുറേ കൂടുതൽ വരുന്നത്. വ്യാഴം അഷ്ടമാധിപത്യം വഹിച്ച് നിൽക്കുന്നത് കൊണ്ട് ശ്രീകൃഷ്ണ ഭജനം, അതായത് വിഷ്ണു ക്ഷേത്രത്തിൽ സഹസ്രനാമ പുഷ്പാഞ്ജലി നടത്തുക, അതുപോലെ തന്നെ തുളസിമാല, നെയ്വിളക്ക് എന്നിവയൊക്കെ നടത്തുന്നതും ഹനുമാന് അതുപോലെ തന്നെ വെറ്റിലമാല ചാർത്തുന്നതും കുറേ കൂടുതൽ ഗുണകരമാണ്. ഉത്രാടത്തിൽ മുക്കാല്, തിരുവോണം അവിട്ടത്തര, മകരക്കൂറ്. മകരക്കൂറുകാർക്ക് പൊതുവെ ദൈവാധീനമുണ്ട്. സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവേണ്ട ഒരു വാരമാണ്. വസ്തുവാഹനാദികൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർ വസ്തുവാഹനങ്ങൾ വിൽക്കാനും, വാഹനാദികൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർ വാഹനങ്ങൾ വാങ്ങിക്കാനും, ഭൂമി സംബന്ധമായിട്ട് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ഭൂമിക്ക് അന്വേഷിക്കുകയും അതിന് അഡ്വാൻസ് കൊടുക്കുന്നതും ഒക്കെ ചെയ്യുന്നത് ഈ വാരം പൊതുവെ ഗുണകരമാണ്. എന്നാലും മാനസിക ടെൻഷൻ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വാരമാണ്. അതേപോലെ തന്നെ ആരോഗ്യസ്ഥിതിയും കുറേ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു ആരോഗ്യം കുറേ കൂടുതൽ ശ്രദ്ധിക്കണം. കർമ്മസ്ഥാനത്ത് പുരോഗതികളുണ്ട്. അതേപോലെ തന്നെ തൊഴിലിലേർപ്പെട്ടിരിക്കുന്നവർക്ക് തൊഴിൽപരമായിട്ടുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഈ വാരം പൊതുവേ ഉണ്ട്. സാമ്പത്തിക നേട്ടങ്ങളുണ്ട്. അതേപോലെ തൊഴിൽപരമായിട്ട് ഏർപ്പെട്ടിരിക്കുന്നു. തൊഴിൽപരമായിട്ടും കുറേ കൂടുതൽ ധാരാളം തൊഴിലുകൾ കയ്യിൽ വന്ന് ചേരാനും, പ്രൊഫഷണലായിട്ട് നിൽക്കുന്നവർക്കാണെങ്കിലും ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്കാണെങ്കിലും സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവുകയും, അതേപോലെ തന്നെ ആ സാമ്പത്തികം കൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ 9ാം ഭാവത്തിൽ നിൽക്കുന്നതായതുകൊണ്ട് കുറേ കൂടുതൽ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാൻ യോഗം കുറേ കൂടുതലുണ്ട്. വസ്തു വാഹനാദികളും എല്ലാം കുറേ കൂടുതൽ ഗുണകരമായിട്ട് വരുന്ന ഒരു വാരമാണിത്. അവിട്ടത്തര, ചതയം, പൂരുട്ടാതി, മുക്കാല്, കുംഭക്കൂറ്. കുംഭക്കൂറുകാർക്ക് ജന്മാധിപനായിട്ടുള്ള ശനി വന്നിട്ട് അഷ്ടമഭാവത്തിൽ നിൽക്കുന്നു. ആരോഗ്യം പൊതുവെ ശ്രദ്ധിക്കുന്ന വളരെ നന്നായിരിക്കും. ആരോഗ്യപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ വരുന്ന ഒരു വാരമാണിത്. ധനകാരകനായിട്ടുള്ളതായ വ്യാഴം വന്നിട്ട് 4ാം ഭാവത്തിൽ നിൽക്കുന്നു. കുടുംബത്തിലേക്ക് വേണ്ടി ചില ആഡംബര വസ്തുക്കൾ വാങ്ങിക്കാം, വസ്തുവാഹനാദികൾ വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നവർ വസ്തുവാഹനങ്ങൾ വാങ്ങിക്കാം. വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്കാണ് വിൽപ്പനകൾ കുറേ കൂടുതലായിട്ട് നടക്കേണ്ട ഒരു സമയമാണ്. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠിക്കാൻ അത്ര ഒരു സുഖമായിട്ട് തോന്നില്ല. ശാരീരികമായ ചില ക്ഷീണങ്ങളും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടാം. ബുധൻ 6ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അതും അത്ര ഗുണകരമല്ല. ധാരാളം ജോലികളുണ്ട്, പക്ഷേ അത് വേണ്ട വിധം ചെയ്യാൻ പറ്റുന്നില്ല. ശരീരം അത്ര സമ്മതിക്കുന്നില്ല. ശാരീരികമായിട്ടുള്ള അലർജികൾ, അങ്ങനെയുള്ള വിഷയങ്ങളുണ്ടാവുക, പനി വരിക, അങ്ങനെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറേ കൂടുതൽ ഈ വാരം അനുഭവിക്കാം. അഷ്ടമാധിപത്യം വഹിച്ചിരിക്കുന്ന ശനിയായതുകൊണ്ട് ശാരീരിക വൈഷമ്യങ്ങളാണ് കുറേ കൂടുതൽ സത്യം. ജോലിയില്ല എന്നുള്ള വിഷമല്ല, അതിനെക്കാട്ടിയും അസുഖങ്ങൾ വരിക. ആ അസുഖം സംബന്ധിച്ചിട്ട് ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്ന വളരെ ഉത്തമമാണ്. മൃത്യുഞ്ജയ ഹോമം, വിഷ്ണു മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എന്നിവ ചെയ്യുന്നതും, ശിവന് ഒരു ഭസ്മാഭിഷേകം, ജലധാര എന്ന് പറയുന്നത് ജലധാര എന്നുള്ളതും ചെയ്യുന്നത് നല്ലതാണ്. അതേപോലെ ക്ഷീരധാര, പാല് കൊണ്ടുള്ള അഭിഷേകം ശിവന് ചെയ്യുന്നതും വളരെ കൂടുതൽ ഉത്തമമാണ് ഈ വാരം പൊതുവെ. അതുകൊണ്ട് ശിവഭജനം കുറേ കൂടുതൽ ഈ വാരം പൊതുവെ ഈ നക്ഷത്രക്കാരും ഒക്കെ ചെയ്യുന്നത്. പൂരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി നക്ഷത്രം, മീനക്കൂറ്. മീനക്കൂറുകാർക്ക് വ്യാഴം, ജന്മാധിപനായ വ്യാഴം വന്നിട്ട് 3ാം ഭാവത്തിൽ നിൽക്കുന്നു. കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ അനുഭവപ്പെടുക. വസ്തുവാഹനാദികൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നവരോ വസ്തുവാഹനങ്ങൾ വാങ്ങിക്കാൻ പറ്റുമെങ്കിലും ഈ വ്യാഴത്തിൻ്റെ ഒരു സുഖമല്ലാത്തത് കൊണ്ട് അത് ഇറങ്ങണം എന്നുള്ള ഒരു തോന്നലുകൾ കുറച്ച് കുറവായിട്ട് വരിക. പൈസയൊക്കെ ഉണ്ട്, ഇറങ്ങിയാൽ ശരിയാവുമോ എന്നുള്ളൊരു തോന്നലുകൾ, അത് വ്യാഴത്തിൻ്റെ ഇഷ്ടസ്ഥിതി അല്ലാത്തത് കൊണ്ടാണ്. നല്ല വാങ്ങിക്കാനൊക്കെ പറ്റും. 4ാം ഭാവാധിപതി ആയിട്ടുള്ള ബുധൻ വന്നിട്ട് 5ൽ നിൽക്കുന്നത് കൊണ്ട് അത് വാങ്ങിക്കണം എന്നൊരു ഉത്സാഹം തോന്നലൊക്കെ ഉണ്ടാവും. പക്ഷേ അത് വ്യാഴത്തിൻ്റെ ഇഷ്ടസ്ഥിതി അല്ലാത്തതുകൊണ്ട് നമ്മുടെ മനസ്സ് അതൊരു സമ്മതിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരിക. അതേപോലെ തന്നെ വിദേശയാത്ര പോകാൻ ഉദ്ദേശിക്കുന്ന വിദേശയാത്രാ യോഗം കാണുന്നു. എന്നാലും ആ ശനി അവിടെ നിൽക്കുന്നതുകൊണ്ട് ചില തടസ്സങ്ങളൊക്കെ പറയാം. അതായത് പാസ്പോർട്ടും വിസയും എല്ലാം അടിച്ചു കിട്ടി, പക്ഷേ യാത്ര പോകേണ്ട ഡേറ്റ് ഒന്നും കൺഫേം ആയിട്ടില്ല എന്നുള്ളൊരു ഈ വാരം പൊതുവെ കേൾക്കാവുന്നതാണ്. ഭജനം എല്ലാ ദിവസവും പറ്റുകയാണെങ്കിൽ രാവിലെ വിഷ്ണുവിനെ പോയി കുളിച്ചു തൊഴുത് അവിടെ ഒരു നെയ്വിളക്കം കത്തിച്ച് ഒരു 5 പ്രദക്ഷിണമോ 7 പ്രദക്ഷിണമോ വിഷ്ണുവിന് പ്രദക്ഷിണം വെച്ച് തൊഴുതിട്ട് വരുന്നത്
ഈ വാരം പൊതുവെ ഗുണകരമായിരിക്കും. ഇന്നു മുതൽ ആഗസ്റ്റ് മാസം 4-ാം തീയതി വരെ ഈ നക്ഷത്രക്കാർക്കും കൂറുകാർക്കും പൊതുവെ സമ്മിശ്രമായിട്ടുള്ള ഗുണഫലങ്ങൾ തന്നെയാണ് അനുഭവിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ പറഞ്ഞിരിക്കുന്നതായ ഈ കൂറുഫലങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നതായ ക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളൊക്കെ യഥാശക്തി നടത്തി ആ ദേവനെ ഓരോരുത്തരും പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് ഗുണഫലങ്ങൾ തന്നെയാണ് അനുഭവിക്കാനുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ വാരം പൊതുവെ എല്ലാവർക്കും ഗുണകരമായിരിക്കും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്.